കിഡ്സിന്റെ സെക്ഷൻ എവിടെയാ? 4th ഫ്ലോറാണ് മാഡം. ആ അതിലെ. എന്താ ഓട്ടോ പാർക്ക് ചെയ്തോ? ആ ചെയ്തു. എന്നാ വാ, ഞങ്ങൾ അച്ചൂട്ടന് ഡ്രസ് എടുക്കാൻ പോവാ. കിഡ്സ് വെയർ എവിടെയാ? 4th ഫ്ലോറിലോ? 4th ഫ്ലോർ അല്ലേ? സാർ 4th ഫ്ലോറിലാണ്. ചേച്ചി, അമ്മ വരുന്നുണ്ട്. അമ്മയ്ക്കൊരു സാരി വാങ്ങണം. എനിക്കാണെങ്കിൽ എങ്ങനെ സെലക്ട് ചെയ്യണമെന്നും അറിയില്ല. ചേച്ചി വന്ന് ഒരു സാരി സെലക്ട് ചെയ്ത് തരാമോ? അതിന് എന്നേക്കാളും മിടുക്കി ഇവളല്ലേ. ആരതിയുടെ സെലക്ഷൻ ഗംഭീരമാണെന്ന് എല്ലാരും പറയുന്നത്. ചെല്ല്, മുരളിയുടെ അമ്മയ്ക്ക് വേണ്ടി ഒരു സാരി സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് വാ. രോഗി ഇച്ഛിച്ചതും ചേച്ചി കൽപ്പിച്ചതും ഒന്ന്. ആരതി വരും. വാവ്, ഇത് കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. വാസി, ഇങ്ങനത്തെ വെറൈറ്റി എന്തെങ്കിലും ഉണ്ടോ നോക്കുക. നോക്കണമെങ്കിൽ അകത്ത് പോകണം സാർ. പോണം. നീ എന്താ ഹെൽപ്പ് ചെയ്യാനല്ലേ ഇവിടെ വന്ന്? അങ്ങോട്ട് പോയി നോക്ക്. ഓ, നമുക്ക് അവിടെ പോയി നോക്കാം. ആ ഹലോ. ഇത് നോക്കിയേ, ഇത് വലിയ കുഴപ്പമില്ലല്ലേ? ഇതിലേതെങ്കിലും മതിയോ? അതോ അമ്മ പട്ടുസാരി ഉടുക്കോ? എല്ലാം ഉടുക്കും. പക്ഷെ ഇപ്പൊ പട്ടുസാരി വേണ്ട. അമ്മ അധികം ദൂരെയൊന്നും പോകുന്ന ആളല്ലല്ലോ. ഞങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ട് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നാട്ടിൽ തന്നെയാ. നമുക്കൊരു നോർമൽ സാരി മതി. ചേച്ചി ആ സാരി എടുത്തേ. ഇത് കൊള്ളാം. അതെ അതെ, ഐ ആം കമ്മിങ്. ഷുവർ. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ആ ഡ്രസ്സ് എവിടെ പോയി? സാർ, ഇതെങ്ങനെയുണ്ട്? അത് നീ നിന്റെ മോന് കൊണ്ട് കൊടുത്താൽ മതി. ഇവിടെ ഞാനൊരു ഡ്രസ്സ് കാണിച്ചില്ലേ, അതെവിടെ പോയി? ശരിയാണല്ലോ,
അതവിടെ പോയി. അപ്പുറത്ത് എവിടെയെങ്കിലും കാണും സാർ, ഞാൻ നോക്കാം. ഉം. ഇത് ബില്ല് ചെയ്തോളൂ. ആ ശരി മാഡം. ചുരിദാർ സെക്ഷൻ ദാ എവിടെയാ? അവിടെയാ. ആ ശരി. ഇത് കൊള്ളാം. ഇതമ്മയ്ക്ക് നന്നായിട്ട് ചേരും. ആ ഓക്കെ, മതി, പാക്ക് ചെയ്തോളൂ. ഈ സ്ലിപ്പ് കൊടുത്ത് കൗണ്ടറിൽ പേ ചെയ്യണം. എന്നിട്ട് ഡെലിവറി സെക്ഷനിൽ ചെന്ന് ബില്ല് കാണിച്ച സാധനം തരും. ആ ശരി, ഇവിടെ ഇരിക്കെ, ഞാൻ ദാ വരുന്നു. ചേച്ചി അതൊന്നും എടുക്കോ. ദേ അത്. ചേച്ചി ഇതിനെന്താ വില? രൂപയാണ് മാഡം. ആ ശരി, ഓക്കെ. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ആ ബില്ല് പേ ചെയ്ത് കേട്ടോ. എന്നാ പോവാം. ആ ആരതി, ഒരു മിനിറ്റേ, ഞാൻ ഇപ്പൊ വരാം. അതെ, ആ സാരി ഒന്ന് എടുത്തേ. അല്ല, ഈ സാരിയുടെ വില എത്രയാ? 3000 രൂപ. രണ്ടു ദിവസത്തേക്ക് ഈ സാരി ഒന്ന് ആർക്കും കൊടുക്കാതെ വെച്ചേക്കാൻ പറ്റുമോ? എന്തിനാ? എനിക്ക് വാങ്ങാനാ. അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സാരിയല്ലേ, അവൾക്ക് വേണ്ടി വാങ്ങാനാ. അമ്മയ്ക്ക് സാരി വാങ്ങിയതുകൊണ്ട് ഇപ്പൊ കയ്യിൽ 3000 രൂപ എടുക്കാനില്ല. അതുകൊണ്ടാ. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഉറപ്പായിട്ട് ഞാൻ വന്ന് എടുത്തോളാം. പലരും ഇങ്ങനെയൊക്കെ പറയും, പിന്നെ ആളിനീ വഴിക്കേ കാണൂല. അയ്യോ, ഇതങ്ങനെയല്ല, ഞാൻ വരും. ഈ സാരി വാങ്ങി അവൾക്ക് കൊടുക്കണം, ഇല്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവത്തില്ല. ശരി. ഇത് ബില്ലടിച്ചോളൂ. കുട്ടിയുടെ സൈസ് എത്രയാണ് സർ? സൈസ് എന്ന് പറഞ്ഞാൽ കുട്ടികളാവുമ്പോൾ സൈസിൽ എപ്പോഴും വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അവസാനം വാങ്ങിയതിന്റെ അടുത്ത സൈസ് വാങ്ങണം സർ. മിക്കവാറും കറക്റ്റ് ആയിരിക്കും, ഇല്ലെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാം. ഫസി, സൈസ് എത്രയാടാ? ഒരു 9-10 വയസ്സുള്ള കുട്ടിക്ക് ചേരുന്ന സൈസ് എടുത്തോ. വലുതോ ചെറുതോ ആയ നമുക്ക് കൊണ്ടുവന്ന് മാറ്റിയെടുക്കാമല്ലോ. ശരി സർ. എന്നാലും എനിക്കിഷ്ടപ്പെട്ട ആ ഡ്രസ്സ് കിട്ടിയില്ലല്ലോ. ആ അതൊന്നല്ലേ ഉള്ളൂ സാർ. ഇതിപ്പോ പകരം 3-4 ആയില്ലേ. മറ്റത് വേറെ ഏതെങ്കിലും ഷോപ്പിൽ കിട്ടുമോ എന്ന് നോക്കാം. പാക്ക് ചെയ്യാൻ പറയൂ. ആ പാക്ക് ചെയ്തു. ശരി സർ. ഈശ്വര, രാധയാണല്ലോ മുന്നിൽ നിൽക്കുന്നത്. ഈ ദുഷ്ടൻ എങ്ങനെ അവരെ കണ്ട എല്ലാം തകരാറിലാവും. ഇയാൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മാറ്റണം. ആ സാർ സാർ സാർ, കിഡ്സിന്റെ ഒരു വലിയ സെക്ഷൻ അവിടെ മേളിലുണ്ട്. നമുക്ക് അവിടെ കൂടെ പോയി നോക്കിയാലോ? ഇനി വേണ്ട, നീ പോയി ബില്ലൊക്കെ സെറ്റ് ചെയ്തിട്ടോ, ഞാൻ വണ്ടിയിലുണ്ടാവും. ആ ശരി സാർ. ചേച്ചി, കിട്ടിയോ? വാ.
നമസ്കാരം. നമസ്കാരം. ആ, അമ്പലത്തിൽ പോയപ്പോഴാ അറിഞ്ഞത് തിരുമേനി ഇല്ലാന്ന്. എന്തോ ടൗണിൽ പോയെന്നറിഞ്ഞു. അവിടെ ഞങ്ങളുടെ മോനുണ്ടായിരുന്നല്ലോ. അവനവിടെ ആഘോഷങ്ങളുടെ കരാറെടുത്ത് നടത്തുന്ന ഒരു കമ്പനിയായിട്ട് കഴിയുക. അയ്യോ, ആണല്ലേ? ഫോൺ നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ അവനെ അവിടെ വെച്ച് വിളിച്ചൊന്ന് സംസാരിക്കാമായിരുന്നു. അതിനെന്താ, ഇനിയും ആവാലോ. അല്ല തിരുമേനി, എന്തിനായിരുന്നു ടൗണിൽ പോയത്? പൂജയോ മറ്റോ ഉണ്ടായിരുന്നോ അവിടെ? പൂജയുണ്ട്, പക്ഷെ ഇന്നവിടെ പോയത് പൂജയ്ക്കല്ല. നമ്മുടെ ആ മേഘനാഥനില്ലേ, തൃപ്പങ്ങോട്ടത്തെ പഴയ സംബന്ധക്കാരൻ. സുഭദ്രാമ്മയുടെ ഭർത്താവ്? ആ, അത് തന്നെ. അയാളുടെ അമ്മ ഭവാനി അമ്മ വിളിച്ചിട്ട് പോയതാ. അവരിപ്പോ തൃപ്പങ്ങോടൊക്കെ വിട്ടിട്ട് ടൗണിലാ താമസം. എന്നിട്ട് എന്താണാവോ ഭവാനിയമ്മയുടെ ആവശ്യം? അവരൊരു പ്രശ്നം വയ്ക്കാൻ വിളിപ്പിച്ചതാ. സുഭദ്രാമ്മയുടെയും മേഘനാഥന്റെയും ഒരു മകനുണ്ടായിരുന്നല്ലോ, ആ കുട്ടിയെ തിരികെ കിട്ടാനുള്ള ഒരു അന്വേഷണം. അതിന് അന്ന് സുഭദ്രാമ്മ മരിച്ച ദിവസം ആ കുട്ടിയും സുഭദ്രാമ്മയുടെ അനുജത്തിമാരും ഒക്കെ നാട് വിട്ടോടി മരിച്ചുപോയതല്ലേ? ഇല്ലില്ല, ഇല്ല രുക്മിണി, അങ്ങനെ അല്ല സംഭവം. അതും ആ ഭവാനിയമ്മ തന്നെ പറഞ്ഞു. സുഭദ്രാമ്മയുടെ അനുജത്തിയില്ലേ, എന്താ കുട്ടിയുടെ പേര്? രാധ. ആ, രാധ. ആ രാധയും അനുജത്തിമാരും അവർ ടൗണിൽ എവിടെ ഉണ്ടെന്നാണ് ഭവാനിയമ്മ പറഞ്ഞത്. ഭവാനിയമ്മ അവരെ കണ്ടോ തിരുമേനി? ഇല്ല ഇല്ല, അവരെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഈ മേഘനാഥൻ അവരെയും തിരക്കുന്നുണ്ടെന്നാണ് ഭവാനിയമ്മ പറഞ്ഞത്. സുഭദ്രാമ്മയുടെ മകനും അവരെ കൂടെ തന്നെ ഉണ്ടെന്ന് കരുതുന്നു. എന്നിട്ട് മേഘനാഥന് മകനെ തിരികെ കിട്ടാൻ തിരുമേനി എന്തെങ്കിലും വഴി പറഞ്ഞു കൊടുത്തോ? ഓ, എന്തു വഴി! കാർത്തിക പൗർണമിക്ക് ഒരു മഹാരുദ്രയജ്ഞം നടത്തുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്, അത്ര തന്നെ. തിരുമേനിയാണോ പൂജകൾ നടത്തുന്നത്? അല്ല, ഞാൻ ചെയ്യണമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ കാർത്തികയായിട്ട് ഇവിടെ അമ്പലത്തിൽ വിശേഷ പൂജകളുണ്ട്, വിട്ടു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ തന്നെ ഉള്ള ഒരാളെ ഏൽപ്പിച്ചു, അത്ര തന്നെ. ഏതായാലും ടൗണിൽ അടുത്ത തവണ ചെല്ലുമ്പോൾ മകനുമായി സംസാരിക്കണം. അപ്പോൾ മതി എനിക്ക് അയാളുടെ ഫോൺ നമ്പർ. ശരി തിരുമേനി, തരാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്. എന്താ? പറഞ്ഞോളൂ. രാധ ജീവിച്ചിരിക്കുന്നുണ്ടെന്നും അവൾ ആ ടൗണിൽ തന്നെ ഉണ്ടെന്നും എന്റെ മകൻ അറിയരുത്. അവര് തമ്മില് പണ്ട് വലിയ കൂട്ടായിരുന്നു. രാധ ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞ അവൻ ചിലപ്പോ അവളെ തിരക്കി ഇറങ്ങും. ഓ, അതൊക്കെ ഇനി വലിയ വിഷയങ്ങളാവും. പണ്ടത്തെ ബന്ധം പണ്ട് എന്നാണ് എന്റെ ഒരു ആലോചന. അതും ശരിയാണ്. കാലം മാറി, കഥയും മാറിയേ പറ്റൂ. പുതിയവർക്ക് പഴയവരെ വലിയ ബുദ്ധിമുട്ടാ. അത് മനസ്സിലാക്കി നമ്മൾ തന്നെ മാറി നടക്കുന്നതാ ബുദ്ധി. എല്ലാം ദൈവനിശ്ചയം പോലെ നടക്കൂ. എന്നാ ശരി. ഓ എന്റെ ഈശ്വര, ഇത്രയും നാളൊരു സമാധാനം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ കൃഷ്ണനും രാധയും ഒരേ സ്ഥലത്തുണ്ടെങ്കിൽ അവര് തമ്മിൽ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാ. പരസ്പരം കണ്ടുമുട്ടി അവളുടെ കഥനകഥകൾ കേട്ട് കഴിയുമ്പോ കൃഷ്ണൻ അടങ്ങിയിരിക്കില്ല, ഉറപ്പാ. അവനുടനെ മേഘനാഥനോട് പക വീട്ടാൻ ഇറങ്ങി. പിന്നെ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിക്കാൻ പോലും ആവുന്നില്ല. ഈശ്വര, അഹിതമൊന്നും സംഭവിക്കരുതേ. എന്റെ കാശിനാഥ, മോനെ, ഓരോ വർഷവും നിനക്ക് വേണ്ടി ഞാൻ എന്തുമാത്രം കളിപ്പാട്ടങ്ങൾ വാങ്ങി വച്ചിട്ടുണ്ടെന്ന് അറിയാമോ? നീ പറഞ്ഞ കാർത്തിക പൗർണമി നാളുകളിൽ നിനക്ക് വേണ്ടി ഞാൻ പുത്തൻ ഉടുപ്പുകളൊക്കെ വാങ്ങി വെച്ചു. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും എന്റെ ആ സമ്മാനങ്ങൾ സ്വീകരിക്കാൻ നീ മാത്രം വന്നില്ല. എവിടെ ചെന്ന ഇനി ഞാൻ നിന്നെ അന്വേഷിക്കേണ്ടത്? എവിടെ മോനെ, എവിടെ?
എനിക്ക് തോന്നി നീ ഇതുമായിട്ട് ഇവിടെ വന്നിരിക്കുമെന്ന്. ദാ ഇത് നോക്ക്. ആറാം മാസത്തിൽ ചോറൂണ് കഴിഞ്ഞിട്ടിടാൻ വാങ്ങിയ മോതിരവും മാലകളും മുതൽ നാളെ വരുന്ന ജന്മദിനത്തിന് സമ്മാനിക്കാൻ വാങ്ങിയ ബ്രേസ്ലെറ്റ് വരെ ഇതിലുണ്ട്. ഞാൻ മരിക്കുന്നതിന് മുൻപ് എന്റെ കുഞ്ഞ് ഇതൊക്കെ അണിഞ്ഞു നിൽക്കുന്നത് കാണണമെന്നാണ് എന്റെ ഒരേ ഒരു ആഗ്രഹം. അത് നീ നടത്തി തരുമോ മേഘനാഥ? അത് നടക്കുമേ, അത് നടത്തും ഞാൻ. അമ്മ വാങ്ങി വെക്കുന്ന ഈ ആഭരണങ്ങളും ഞാൻ വാങ്ങി വെക്കുന്ന ഈ ഉടുപ്പുകളൊക്കെ ധരിക്കാൻ അവൻ വരും. അമ്മേ, നാളത്തെ പൂജ ഒന്ന് കഴിഞ്ഞോട്ടെ. ഞാൻ പ്രതീക്ഷിക്കുന്നത് അത്ഭുതങ്ങളാ, അത്ഭുതങ്ങൾ. നമസ്കാരം. ആര്? ഞാൻ ചിദംബരം രാമകൃഷ്ണ അയ്യർ, പൂജാരിയാണ്. തൃപ്പങ്ങോട് അമ്പലത്തിലെ തിരുമേനി പറഞ്ഞിട്ടാണ് വരുന്നത്. എന്താ കാര്യം? തൃപ്പങ്ങോട് തിരുമേനി എവിടെ? അത് പറയാനായി ഈ രാത്രി തന്നെ ഞാൻ വന്നത്. കാർത്തിക പൗർണമി കാരണം അവിടുത്തെ അമ്പലത്തിൽ വിശേഷാൽ പൂജയുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അയ്യോ അയ്യോ എന്റെ ഭഗവാനെ, പിന്നെ എന്ത് ചെയ്യും നമ്മൾ? നാളത്തെ പൂജ ആര് ചെയ്യും ഇവിടെ? ഞാൻ ചെയ്യും. മേഘനാഥൻ സാറിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ രാത്രി തന്നെ ഒരുക്കങ്ങൾ തുടങ്ങാമെന്ന് കരുതിയാ ഞാൻ വന്നത്. എന്താ അമ്മ ഇതൊക്കെ? തുടങ്ങും മുമ്പ് തന്നെ തടസ്സങ്ങളാണല്ലോ. തൃപ്പങ്ങോട്ട് തിരുമേനി വരുമെന്നാ ഞങ്ങൾ ഇതുവരെയും കരുതിയത്. ഇപ്പൊ ഇങ്ങനൊരു മാറ്റം. വിഷമിക്കൊന്നും വേണ്ട, ആ തിരുമേനി ചെയ്യുന്നത് പോലെ തന്നെ ഞാനും ചെയ്തോളാം. നിങ്ങൾ പക്ഷേ എന്നെ ഒന്ന് വിശ്വസിക്കണമെന്ന് മാത്രം. മേഘ, നീ എന്തു പറയുന്നു? ഇനി എന്ത് പറയാനാ അമ്മേ? ചെയ്യട്ടെ അമ്മേ, ചെയ്യട്ടെ. കാർത്തിക പൗർണമിക്ക് പൂജ നടത്താമെന്ന് നേരത്തെ തീരുമാനിച്ചതല്ലേ? പൂജാരി ഒരാളെങ്കിൽ മറ്റൊരാൾ, അതിനെന്ത് പ്രാധാന്യം? പൂജയ്ക്കല്ലേ പ്രാധാന്യം. അമ്മേ, പൂജ നടക്കട്ടെ, ഒന്നും മാറ്റിവെക്കണ്ട. നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ പൂജ നടക്കട്ടെ. സമ്മതമാണ് തിരുമേനി. എല്ലാം മുൻ നിശ്ചയിച്ചതുപോലെ തന്നെ ചെയ്യാൻ നമുക്ക്. സന്തോഷം. തൃപ്പങ്ങോട്ട് തിരുമേനി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഒരു തരത്തിൽ ഇരുതല മൂർച്ചയുള്ള വാള് പോലെയാ നാളത്തെ പൂജ. സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ ഗുണത്തിന് പകരം ദോഷമേ സംഭവിക്കൂ. സൂക്ഷിച്ച് തന്നെ ചെയ്തോളാം. ഇദ്ദേഹം പറഞ്ഞാ മതി. പറയാം. നാളെ ഖരവസ്തു ഒന്നും കഴിക്കാൻ പാടില്ല. വെള്ളമോ ഇളനീരോ കുടിക്കാം. പാല് പോലും വർജിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ആയിക്കോട്ടെ. ഉദയകാലത്ത് ആരംഭിച്ച് ഏതാണ്ട് അർദ്ധരാത്രി വരെ പൂജ നീളും. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പ്രയാസങ്ങളും ഉണ്ടാവും എന്നർത്ഥം. എന്നുവെച്ച് ഇടയ്ക്ക് നിർത്തിപ്പോവാനും പറ്റില്ല. അങ്ങനെ ചെയ്താൽ സംഭവിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളായിരിക്കും. അറിയാൻ തിരുമേനി, ഏത് ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഞാൻ ഈ പൂജ ചെയ്തിരിക്കും. എന്റെ മകനെ എനിക്ക് തിരികെ കിട്ടണം. എന്റെ ശത്രുക്കളെ എനിക്ക് അവസാനിപ്പിക്കാനും കഴിയണം. ആ സംഹാരമൂർത്തിയായ ഭഗവാൻ ശിവൻ വേണം അതിനെനിക്ക് പ്രാപ്തി തരാൻ. തരുമെനിക്ക്, തന്നേ പറ്റൂ. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ.